ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പച്ചക്കൈപ്പയ്ക്ക കൊണ്ടാട്ടം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ കൈപ്പയ്ക്ക ഉണക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ കൈപ്പയ്ക്ക ആദ്യം തന്നെ വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കുക. അതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും പുരട്ടി നല്ല വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ചൊന്ന് വാട്ടിയെടുക്കുന്നത് നല്ലതാട്ടോ. അല്ലെങ്കിൽ അങ്ങനെ തന്നെ നല്ല എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് അരിഞ്ഞ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. ഉപ്പൊക്കെ പാകത്തിന് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റിനുള്ളിൽ ഇത് റെഡിയായി കിട്ടും. ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നുണ്ടാ. കൂടുതൽ ഉണക്ക കൈപ്പയ്ക്ക വറുക്കുന്നതിനേക്കാളും സ്വാദാണ് പച്ച കൈപ്പയ്ക്ക ഇതുപോലെ വറുത്തെടുക്കുമ്പോൾ. ഉണക്ക കൈപ്പയ്ക്ക ആണെങ്കിൽ ഉണക്കിയ കൈപ്പയ്ക്ക പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇടുമ്പോഴേക്കും ഇങ്ങനെ കരിഞ്ഞു പോണ പോലെയാവില്ലേ. പക്ഷെ ഇത് നല്ല രസമാണ്. അങ്ങനെ വറുത്തെടുത്ത് അപ്പം തന്നെ കുറച്ച് മുളക് പൊടി അതിൻ്റെ മുകളിൽ കൂടെ വിതറി കൊടുക്കുക. ഇത് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്യുക കേട്ടോ. ചൂടോട് കൂടി തന്നെ ഇടുന്നത് കുറച്ചും കൂടെ നല്ലത്. കൈപ്പയ്ക്ക വറുത്തെടുത്തിട്ട് എണ്ണയിൽ പാടില്ല. നമ്മളിത് ഒരു 2-3 കൈപ്പയ്ക്കൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ എണ്ണ എന്നപ്പോൾ നേരെ ഓൾറെഡി നമ്മൾ എണ്ണ എടുത്തില്ല. അപ്പോൾ കുറച്ചധികം കൈപ്പയ്ക്ക വറുത്തെടുത്തു. ഇത് നമ്മളൊരു പാത്രത്തിലിട്ട് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 ദിവസമൊക്കെ നന്നായിട്ടിരിക്കും. പിന്നെ ഇത് തണുത്താലും നല്ല സ്വാദുണ്ടാവും കഴിക്കാനായിട്ട്. ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ ഇതുപോലെ കൈപ്പയ്ക്ക പച്ച കൈപ്പയ്ക്ക കിട്ടി പെട്ടെന്ന് നമുക്കൊന്ന് വറുത്തെടുക്കണം എന്ന് തോന്നിയാൽ ഇങ്ങനെ ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.